ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇതാണ് ബ്രോസ്റ്റ് ചിക്കൻ. ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാനൊന്ന് കാണിക്കാം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഇതാ ഒരു അര ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സ്പൂണ് സുർക്ക ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 15 മിനിറ്റ് അടച്ചു വെക്കുക. എന്നിട്ട് വേണം നമുക്കത് ബട്ടർ മിൽക്കായിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടി തുടങ്ങാൻ. അപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ വെളുത്തുള്ളി ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ച് ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ ഇളക്കിയിട്ട് നമുക്ക് ഇതാ കഴുകി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഒരു 5-6 മണിക്കൂർ എന്നെങ്കിലും നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെച്ചെങ്കിലാണ് ഇതിലേക്ക് നല്ല ഇതിൻ്റേതായിട്ടുള്ള ഈ മസാലക്കൂട്ടൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു 5-6 മണിക്കൂർ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 4-5 മണിക്കൂറായിട്ടുണ്ട്. അതാ ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ ഞാനിതാ ഒരു ഗ്ലാസ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനിതിലേക്ക് ഇവിടെ നാടൻമുട്ട ചെറിയത്, അതുകൊണ്ട് ഞാൻ 2 എടുത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയതാവുമ്പോൾ 1 ഇട്ട് കൊടുത്താൽ മതിയാവും. നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഇത് കട്ട കൂടാതെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. വെള്ളം ആവശ്യത്തിന് നോക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ഇതാ ഈ പരിവായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ലൂസാക്കിയിട്ട് കലക്കിയെടുക്കാം. ഇതാ നമ്മുടെ ബാറ്റർ ഇതാ ദോശ മാവിൻ്റെ കട്ടയേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് അടുത്ത ബാറ്റർ തയ്യാറാക്കാം. ഇനി ഒരു പാത്രത്തിലോട്ട് ഞാനിതാ ഒരു ഗ്ലാസ് മൈദപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ഒരു അര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം കേട്ടോ. നന്നായിട്ട് ഒരുപോലെ ഇളക്കി എടുക്കണം കേട്ടോ. ഇനി നമുക്കിതാ ഇതൊന്ന് കൈകൊണ്ട് നമുക്ക് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഒരു പീസ് എടുത്തിട്ട് ഇതാ ഈ ബാറ്ററിൽ ഇങ്ങനെ മുക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഇതിൽ മുക്കിയിട്ട് നന്നായിട്ട് പിടിപ്പിക്കണം കേട്ടോ. നന്നായിട്ട് നനവുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് നമുക്കിതൊന്ന് പിടിപ്പിക്കണം. ഇതാ ഞാനിങ്ങനെ 4 ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ടാൽ ഇതിൻ്റെ ഉള്ളൊന്നും പെട്ടെന്ന് വെന്ത് കിട്ടൂല. അതുപോലെ ഒരുപാട് എണ്ണ ഇട്ടിട്ടൊന്നും നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയും ചെയ്യരുത്. അങ്ങനെ നമ്മുടെ ബ്രോസ്റ്റ് ചിക്കൻ ഇതാ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. വീണ്ടും ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.